DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 2 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, വിമാന ഇന്ധനവില ഉയർന്നതിനെ തുടർന്ന് പ്രമുഖ വിമാന കമ്പനിയായ ഇൻഡിഗോ ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ടിക്കറ്റിന്റെ അടിസ്ഥാന നിരക്കിനൊപ്പം ഈടാക്കുന്ന ഇന്ധന സർചാർജാണ് കൂട്ടിയത്. ഇതോടെ വിമാനയാത്ര ചിലവേറിയതായി മാറും. പുതുക്കിയ നിരക്കുകൾ ഇന്ന് 1 മണി മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ആഭ്യന്തര സർവീസുകളിൽ 275 രൂപ മുതൽ 950 രൂപ വരെയാണ് വർധന. അന്താരാഷ്ട്ര സർവീസുകളിൽ 900 രൂപ മുതൽ 10,000 രൂപ വരെയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 500 കിലോമീറ്റർ ദൂരത്തിന് താഴെയുള്ള ആഭ്യന്തര യാത്രകൾക്ക് 275 രൂപയും 2000 കിലോമീറ്റർ ദൂരത്തിനു മുകളിലുള്ള ടിക്കറ്റുകൾക്ക് 950 രൂപയും പുതിയ നിരക്കായിരിക്കും. അന്താരാഷ്ട്ര സർവീസുകളിൽ UK ഉൾപ്പെടെയുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾക്കാണ് സർചാർജ് കൂടുതൽ ഉയർന്നത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തിരിച്ചു കയറിയിരുന്ന സ്വർണ്ണവിലയിൽ ഇന്ന് 1120 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. 1,11,040 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 140 രൂപയാണ് കുറഞ്ഞത്. 13,880 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. അടുത്ത അറിയിപ്പ്, രാജ്യത്ത് സെൻസസ് നടപടികൾക്ക് തുടക്കമായിരിക്കുകയാണ്. 2027 സെൻസസിന്റെ ആദ്യ ഘട്ടത്തിനാണ് ഇന്നലെ തുടക്കമായത്. പൂർണ്ണമായും ഡിജിറ്റലായി നടക്കുന്ന സെൻസസ് ആയിരിക്കും ഇത്. അതുപോലെ എന്യൂമറേറ്റർ വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ സെൻസസ് വിവരങ്ങൾ സ്വയം നൽകാനുള്ള ഒരു ഓപ്ഷനും ഇക്കുറിയുണ്ട്. ഓൺലൈനായാണ് വിവരങ്ങൾ നൽകേണ്ടത്. അടുത്ത അറിയിപ്പ്, രാജ്യത്ത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ UPI ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ പുതിയ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് RBI. ഏപ്രിൽ 1 മുതൽ ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. UPI പേയ്മെന്റുകൾക്ക് ഏപ്രിൽ 1 മുതൽ 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. പാസ്വേഡ്, OTP, ബയോമെട്രിക് എന്നിവ ഇതിനായി ഉപയോഗിക്കാം. ഇതൊരു അധിക സുരക്ഷാ പാളി ചേർക്കുകയും ഇടപാടുകൾ സുരക്ഷിതമാക്കുകയും ചെയ്യും. അടുത്തറിയിപ്പ്, രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി 2026 ഏപ്രിൽ 1 മുതൽ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്ന പുതിയ പദ്ധതി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഈ പുതിയ നിയമപ്രകാരം തൊഴിൽ ദിനങ്ങളുടെ എണ്ണം മുൻപുണ്ടായിരുന്ന 100-ൽ നിന്നും 125-ആയി കേന്ദ്ര സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. കേരളത്തിൽ തൊഴിലാളികളുടെ പ്രതിദിന വേതനം 400 രൂപ വരെയാക്കി വർദ്ധിപ്പിക്കാനാണ് ഈ സ്കീമിലൂടെ ലക്ഷ്യമിടുന്നത്. പുതിയ സാമ്പത്തിക നടത്തിപ്പിലും കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുൻപ് കേന്ദ്ര ഫണ്ട് മാത്രമായിരുന്ന സംസ്ഥാനത്ത് ഇനി മുതൽ 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവും ചേർത്തായിരിക്കും ഫണ്ട് കണ്ടെത്തുക. നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് പുതിയ പദ്ധതിയിലേക്ക് പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല. അവർ നേരിട്ട് ഈ മിഷന്റെ ഭാഗമാകും. ഹാജർ രേഖപ്പെടുത്തുന്നതിനായി AI അധിഷ്ഠിത സംവിധാനങ്ങൾ, ജിയോ ടാഗിംഗ് അല്ലെങ്കിൽ ബയോമെട്രിക് രീതി എന്നിവ നടപ്പിലാക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ എത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.